ഈ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഈ തുറന്നു പറയുന്ന സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. നമ്മൾ തമ്മിലൊരു സിമിലാരിറ്റി അതാണ്. ഞാൻ കോട്ടയം സൈഡാണ്, ചേട്ടൻ പത്തനംതിട്ട. ഞാൻ പിന്നെ പറഞ്ഞ പോലെ നമ്മളും ഡിപ്ലോമാറ്റിക് ആയിട്ട് പോളിഷ് ചെയ്ത് സംസാരിക്കാൻ പഠിച്ചു. അങ്ങനെയാണ് പൊതുവെ. ഇപ്പൊ ചേട്ടന് ഈ തുറന്നു പറയുന്നത് കൊണ്ട് എന്ന് വെച്ചാൽ ഈ ഔട്ട് സ്പോക്കൺ എന്ന് നമ്മൾ പറയും ഈ ഒരു സൈഡിലുള്ളവർ. പലർക്കും അത് ഇഷ്ടപ്പെടില്ല, സ്ലാങ്ങും നമ്മൾ പറയുന്നു. പിന്നെ അതൊന്ന് മാറ്റി പറയേണ്ട ഒരു സ്ഥിതിയൊക്കെ വരും. അപ്പോൾ ചേട്ടൻ ഇതുകൊണ്ടുള്ള ട്രബിൾസ് ആണോ കൂടുതലുണ്ടായിരിക്കുന്നത്? അതോ ഇങ്ങനെ തുറന്നു പറഞ്ഞല്ലോ എന്നുള്ളൊരു ആശ്വാസമാണോ സ്വന്തമായിട്ട് ഫീൽ ചെയ്യുക? നമ്മൾ തുറന്നു പറഞ്ഞല്ലോ എന്നുള്ള ആശ്വാസമാണ് നമുക്ക് ഫീൽ ചെയ്യുക. ആ. പക്ഷേ 2 ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ട്രബിൾസ് കിട്ടിത്തുടങ്ങുക. അപ്പം നമുക്ക് തോന്നും ഇത് തുറന്ന് പറയണ്ടായിരുന്നു എന്നുള്ളത്. പറയുമ്പോൾ ആശ്വാസവും പിന്നീട് വേദനയും ലഭിക്കുന്നൊരു കാര്യമാണ് ഈ പറഞ്ഞത്. പിന്നെ ഒരു ഇപ്പം നമ്മൾ സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞു വന്നിട്ടുണ്ട്. ഓരോ നമ്മൾ പറയും ചില മതത്തിലുള്ളവർ അങ്ങനെയാണ്, ചില മതത്തിലുള്ളവർ ഇങ്ങനെയാണ്. ഇതൊന്നും ശരിക്കും മതപരമായ സ്വഭാവത്തെക്കാളും കൂടുതൽ ദേശത്തിനൊരു സ്വഭാവമുണ്ട്, ഒരു നാടിനൊരു സ്വഭാവമുണ്ട്. ആ നാടിൻ്റെ സ്വഭാവം നമ്മളുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടുണ്ടാവും. ഇപ്പം ഞാൻ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരാൾ, ഞാനൊരു ചെറിയ നടൻ, എന്നെ അറിയാവുന്ന ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർ നമ്മളെ കാണുക കഴിയുമ്പോഴത്തേനും ഓടി വന്നിട്ട് ചേട്ടൻ എന്താ ഇവിടെ, അല്ലേ സാറെന്താ ഇവിടെ, ഒരു ചായ കുടിക്കട്ടെ, ഒരു ചായ മേടിച്ച് തരട്ടെ, ഒരു ചായ കുടിച്ചിട്ട് പോയാലോ എന്ന് ചോദിക്കും. ഉറപ്പായിട്ടും എനിക്കറിയാം അത് മലബാർ മറ്റേ കാലിക്കറ്റ് അങ്ങോട്ടുള്ള ആൾക്കാരായിരിക്കും. ചില ആൾക്കാർ എടാ ഇത് അവനല്ലേ ഈ നിൽക്കുന്ന മറ്റേ പുള്ളിയല്ലേ, എടാ അങ്ങനെ നോക്കണ്ട അവന് ജാട വീഴും, അങ്ങനെ നോക്കല്ലേ എന്ന് പറയുന്ന ആൾക്കാർ ഉറപ്പായിട്ടും മറ്റേ നമ്മുടെ എറണാകുളത്തിന് ഇപ്പുറത്തോട്ടായിരിക്കും. എറണാകുളം തൊട്ട് ട്രിവാൻഡ്രം വരെയുള്ള ഏരിയയിലെ ആൾക്കാരായിരിക്കും എന്നുള്ളൊരു പൊതുബോധം. ഞാനും അങ്ങനെ ആയിരുന്നു. എൻ്റെ നാടിൻ്റെ സ്വഭാവം അത്. നമ്മൾ ഒരുത്തനെ അവന് വലിയ പുള്ളിയായി പോയാലോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് അവന് ആവശ്യത്തിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് എൻ്റെ സ്വഭാവത്തിലുണ്ട്. അപ്പോൾ അതെൻ്റെ നാടിൻ്റെ സ്വഭാവം ആണല്ലേ, എന്നെ വീട്ടിൽ നിന്ന് ആരും അത് പഠിപ്പിച്ചിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾക്ക് ഇങ്ങനെ ദേശത്തിൻ്റേതായിട്ട് കിട്ടിയിട്ടുള്ള ചില സ്വഭാവ സവിശേഷതകൾ കാരണം നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാകും. പിന്നെ അത് നമ്മൾ കോൺഷ്യസ് എഫേർട്ട് എടുത്ത് നമ്മൾ തന്നെ നമ്മളെ ശ്രദ്ധിച്ച് നമ്മളെ പോലുള്ള മറ്റേ ആൾക്കാരെ കണ്ടിട്ട് നമ്മൾ സ്വയം പഠിച്ച് കറക്റ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുക. ലൈഫിൽ എല്ലാ കാര്യങ്ങളും ഇതുപോലെ തന്നെ ട്രയൽ ആൻഡ് എറേഴ്സിലൂടെയും കറക്ഷൻസിലൂടെയും അനുഭവങ്ങളിലൂടെ പഠിച്ചിട്ടുമാണ് നമുക്ക് മാറാൻ പറ്റുക. ഈ ദേശം പോലെ തന്നെയാണ്, ഒരു ദേശം നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത് തന്നെയാണ് നമ്മുടെ അപ്ബ്രിങ്ങിങ്. അല്ല, ദേശം എഫക്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ദേശത്തു നിന്നുള്ള ഗുണങ്ങളും ഉണ്ട്. അതെ. ഇപ്പം നമ്മുടെ നാട്ടിലെ ആൾക്കാരെ അങ്ങനെ പെട്ടെന്ന് പറ്റിക്കാനൊന്നും പറ്റത്തില്ല. ഭയങ്കര ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും നെഗറ്റീവ് വശം വരെ ചിന്തിച്ചിട്ടേ ആ കാര്യത്തിലേക്ക് ഇറങ്ങത്തുള്ളൂ. ആ ചിന്ത പോകുന്നതിനോടൊപ്പം തന്നെ കറക്ഷൻസും ഉണ്ടാകും. ഇങ്ങനെ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിക്കാൻ സാധ്യതയുണ്ട്, അത് വേണ്ട എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ നിന്ന് നാടിൻ്റെ സ്വഭാവത്തിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഗുണങ്ങളല്ലേ, ദോഷങ്ങൾ മാത്രമല്ല ഗുണങ്ങളും ഉണ്ട്. എനിക്കത് കിട്ടിയില്ല, കാരണം ഞാൻ സൗദിയിലായിരുന്നു. എനിക്കിപ്പോൾ എല്ലാം കൂടെ മിക്സ് ആയിട്ടിരിക്കുകയാണ്. അല്ല, അതുപോലെ നമ്മളെ ഇപ്പോൾ ഒരു സ്ഥലം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് തന്നെ നമ്മുടെ അപ്ബ്രിങ്ങിങ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അപ്പം ഇപ്പം ചേട്ടൻ പറഞ്ഞു കുറേ നാൾ വർക്ക് ഇല്ലാതെ ഇരുന്ന സമയത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഇരിക്കുന്ന സമയത്തൊക്കെ നമുക്കൊരു സെൽഫ് ഡൗട്ട് വരും, ഈ ചൂസ് ചെയ്ത കരിയർ. ഇപ്പം എത്ര ഇതാന്ന് പറഞ്ഞാൽ നമുക്ക് ആം ഐ ഓൺ ദ റൈറ്റ് പാത്ത്, എൻ്റെ ഏജ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഈ ഒരു സെൽഫ് ഡൗട്ട്, ഈ അപ്ബ്രിങ്ങിങ് എന്ന് വെച്ചാൽ ചേട്ടന് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഹൗസ് ഹോൾഡിലാണ് വളർന്നത്. കുറേ തവണ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ പ്രീസ്റ്റ് ആണെന്നുള്ള കാര്യവും അമ്മ ടീച്ചറാണ്. അപ്പോൾ ആ അപ്ബ്രിങ്ങിങ് ചേട്ടനെ ഈ സെൽഫ് ഡൗട്ടിൽ നിന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? അതോ അത് കൂടുതലും ആ ഒരു സ്ട്രിക്റ്റ് ആയതുകൊണ്ട് കുറച്ചുകൂടി അത് എങ്ങനെയാണ് അങ്ങനത്തെ കാര്യത്തിൽ നിന്ന് പുറത്ത്? ആ ഇൻഫർമേഷൻ ടോട്ടലി തെറ്റാണ്. ഞാൻ വളരെ സ്വാതന്ത്ര്യമുള്ള ഒരു കുടുംബത്തിലാണ് ജനിച്ചു വന്നത്. എൻ്റെ ഫാദറാണ് എന്നെ സിനിമ പഠിക്കാൻ പറ്റുന്നത്. അപ്പോൾ എനിക്ക് ഡിസിഷൻ എടുക്കാനുള്ള അവസരങ്ങൾ പപ്പ എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്വാതന്ത്ര്യം അതെല്ലാം തന്നിട്ടുണ്ട് നമുക്ക്. പപ്പ തന്ന സ്വാതന്ത്ര്യം, പപ്പ കാണിച്ചു തന്ന ലോകം നല്ല രീതിയിൽ എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധം മാത്രമേ ഉള്ളൂ ഈ സമയങ്ങളിലൊക്കെ ഉണ്ടാവുക. പപ്പ വളർത്തിയൊരു മോൻ ഇങ്ങനെ പണിയില്ലാതിരിക്കേണ്ട ഒരു അവസ്ഥ വരേണ്ട കാര്യമില്ല, ഇത്രയും നെഗറ്റീവ് കേൾക്കേണ്ട കാര്യമില്ല, ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതിരിക്കേണ്ട കാര്യമില്ല. കാരണം പപ്പ അത്രയ്ക്ക് നല്ല രീതിയിലാണ് എന്നെ വളർത്തിയത്. പക്ഷേ എൻ്റെ ചിന്തകളിലും തോട്ട് പ്രോസസ്സിലും വേറെ ചില കാര്യങ്ങളായിരിക്കാം കൂടുതലായിട്ട് വർക്കൗട്ടായിട്ടുണ്ടാവുക. ഇപ്പം നമ്മൾ ആണുങ്ങളെ സംബന്ധിച്ച് അവരുടെ ഫാദറാണ് അവരുടെ ഹീറോ.
അപ്പോൾ എൻ്റെ പപ്പ റിയാക്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഭയങ്കരമായിട്ട് ക്ഷമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ചിലരെ അടുപ്പിക്കാതിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ എൻ്റെ ഒരു പ്രായത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുണ്ടാവുക എൻ്റെ പപ്പ റിയാക്ട് ചെയ്യുന്നതും എൻ്റെ പപ്പ ചിലരെ അടുപ്പിക്കാതിരുന്നതും ഒക്കെ ആയിരിക്കും. ആ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ എന്നിലൊരു അങ്ങനെ എൻ്റെ പപ്പായിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ജീവിതത്തിന് മുന്നോട്ട് പോയി പല അടികളും കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എൻ്റെ പപ്പ ക്ഷമിച്ചതും എൻ്റെ പപ്പ ആൾക്കാരെ സഹായിച്ചതും എനിക്ക് കൂടുതലായിട്ട് എൻ്റെ പപ്പയുടെ അതിനെ പോർട്രേ ചെയ്യാൻ കൂടുതലായിട്ട് ഉള്ളിലേക്ക് എടുക്കാൻ തോന്നിയിട്ടുണ്ടാകും. ഇതൊക്കെ നമ്മുടെ എക്സ്പീരിയൻസിലൂടെയും നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെയും എത്തുന്നത്. എല്ലാവർക്കും ഈ ഒരു ഫേസ് ഓഫ് ലൈഫ് ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ 20-ാം വയസ്സിൽ പ്രതികരിച്ച പോലെ അല്ല 30-ാം വയസ്സിലോ 40-ാം വയസ്സിലോ പ്രതികരിക്കുന്നത്. ആ പ്രായത്തിൽ അങ്ങനെ പ്രതികരിച്ചാൽ മാത്രമേ നമുക്ക് ഇനി തിരിച്ചറിവുണ്ടാകത്തുള്ളൂ. അല്ല 40-ാം വയസ്സ് വരെ എല്ലാം പിടിച്ചു വെച്ചിരുന്നിട്ട് 40-ാം വയസ്സിന് അങ്ങോട്ട് പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയാൽ നമ്മൾ 40-ാം വയസ്സിൽ നമ്മുടെ കൂടെ ഉണ്ടാവേണ്ട ആൾക്കാർ നമ്മളോട് ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ പാഠം പഠിക്കാൻ നമ്മൾ 10-15 വർഷം മുന്നോട്ട് പോകേണ്ടി വരും. സോ എല്ലാ കാലഘട്ടത്തിലും ഇതുപോലത്തെ പറഞ്ഞ പോലെ ഇതുപോലത്തെ എററുകളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഈ ഏജിൻ്റെ കാര്യം ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പോൾ 40 കറക്റ്റ് ചെയ്യാത്ത നമ്മൾ പിന്നെ 55 കറക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ 20 ചെയ്യാത്ത 30 ചെയ്യുന്നു. അപ്പം നമ്മൾ ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ആക്ട്രസ്മാർക്കൊരു മുന്നേ ഇപ്പം എനിക്ക് തോന്നുന്നു പിന്നെ അതൊക്കെ മാറി വരുന്നുണ്ട്. കാരണം അപ്പോൾ നോക്കി അനശ്വര എന്നൊക്കെ പറഞ്ഞ കുട്ടിയാണെങ്കിൽ പിന്നെ ഇപ്പം ഹീറോയിനായിട്ട് വരുന്നു. അപ്പം ഈ ആക്ടേഴ്സിന് ഏജ് ലിമിറ്റ്, ചേട്ടന് അങ്ങനെ പ്രഷർ എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഓക്കെ എൻ്റെ ഈ ഒരു ചെയ്യേണ്ട കാലഘട്ടം മാറിപ്പോയി, അങ്ങനെ ഏജ് പ്രഷറൈസ് ചെയ്തിട്ടുണ്ടോ? ഏജ് പ്രഷറൈസ് ചെയ്തിട്ടില്ല. ഏജ് തരുന്ന ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മരിക്കുന്നവരെ അഭിനയിക്കുക എന്നുള്ളത്. ഇപ്പം ഞാനൊരു 80-ാം വയസ്സിലാണ് മരിക്കുന്നതെങ്കിൽ ആ 80-ാം വയസ്സിൻ്റെ തലേദിവസം വരെ, മരിക്കുന്നതിൻ്റെ തലേദിവസം വരെയും ഞാൻ ആക്റ്റീവായിട്ട് നല്ല ആക്ടറായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ജോലി ചെയ്യാം എന്നുള്ളതാണ്. ഒരു അധ്യാപകന് 55 വയസ്സ് 56 വയസ്സ് ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഏജ് ലിമിറ്റ് ഇതിനകത്തില്ല. പിന്നെ ഇപ്പോൾ എനിക്ക് ധാരാളം അവസരങ്ങൾ ദൈവാനുഗ്രഹത്താൽ അവസരങ്ങൾ വരുന്നുണ്ട്. ക്യാരക്ടേഴ്സിലേക്ക് പ്ലേസ്ഡ് ആവുന്നുണ്ട്. ചില ഫ്രണ്ട്ഷിപ്സിൻ്റെ കഥകൾ കേൾക്കുമ്പോൾ 3 ചെറുപ്പക്കാർ 4 ചെറുപ്പക്കാർ അവരിന്നടത്ത് താമസിക്കുന്നു. അപ്പോൾ ചേട്ടൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഇതിലൊരാളുടെ അമ്മാവനാണ്, അങ്കിളാണ്, നിങ്ങളാണ് ഇവരെ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ എൻ്റെ മനസ്സിലൊരാഗ്രഹം തോന്നുന്നു, എനിക്ക് ആ 4 കൂട്ടുകാരിൽ ഒരാളാവാൻ പറ്റിയിരുന്നെങ്കിൽ എന്ത് അടിപൊളിയായിരുന്നു. എൻ്റെ ആ പ്രായത്തിൽ എനിക്ക് അങ്ങനത്തെ നല്ല വേഷങ്ങൾ കിട്ടിയില്ലല്ലോ എന്ന് പറയുന്നൊരു വിഷമം ഭയങ്കരമായിട്ട് ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് വിധിയാണ്. അപ്പം ഞാൻ ഓർക്കും, ഈ പ്രായത്തിൽ അവരുടെ അമ്മാവനാവാനും പറ്റുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അവരുടെ അച്ഛനാവാൻ പറ്റുന്നുണ്ടല്ലോ. ഇപ്പം നമ്മൾ വാഴ ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നാണ്. അതിൽ കോട്ടയം നസീർക്ക അതിൽ ഒരാളുടെ അച്ഛനാണ്, അസീസ് അച്ഛനാണ്, നോബി അച്ഛനാണ്. പക്ഷേ നസീർക്കയുടെ ചെറുപ്പകാലങ്ങളിൽ ഞാൻ ഓർക്കുകയാണ് ഇങ്ങനെ, ഗോഡ് ഫാദറിൽ ഒരാളായിട്ട് നസീർക്ക ഇല്ലായിരുന്നു, ഇൻഹെരിയർന്നുകളിൽ ഒരാളായിട്ട് നസീർക്ക ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കഥകൾ ഇന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ നസീർക്കയ്ക്ക് തോന്നൂലേ, ശരി, ആ ഒരു നമുക്കൊരു ആഗ്രഹം തോന്നിയേക്കാം. ഞാൻ എക്സാമ്പിൾ പറയുന്നുള്ളൂ. പക്ഷെ നസീർക്കയെ സംബന്ധിച്ച് ഇന്ന് അതിനേക്കാളും പവർഫുള്ളായിട്ടുള്ള അപ്പൻ്റെ വേഷം ചെയ്യാൻ പറ്റി എന്നുള്ളത് വേറൊരു മറ്റാർക്കും കിട്ടാത്ത ഒരു ഭാഗ്യമാണ്. എന്ന് പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ നമുക്ക് നഷ്ടമാവും, പക്ഷെ നമുക്ക് ആ നഷ്ടങ്ങൾ ഒരിക്കലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല, തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് കിട്ടിയ കാര്യത്തിൽ നമ്മളൊരു ബ്ലെസ്സിങ് ആയിട്ട് കാണാൻ നമുക്ക് പറ്റും. ഞാൻ ഇത് വേറൊരു ഇതിൽ ചോദിക്കാനായിട്ടെന്ന് വെച്ചാൽ, ഈ നമ്മളെല്ലാത്തിനും ഒരു പ്രൈസ് ടാഗ് കൊടുക്കണം. ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഫെയിമിനും നമ്മളൊരു പ്രൈസ് ടാഗ് കൊടുക്കണം. അപ്പം ചേട്ടൻ്റെ ലൈഫിൽ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ പ്രൈസ് ടാഗായിട്ട് കൊടുത്തിരിക്കുന്നത് ഇതായിരിക്കും, ഈ പോയ വർഷങ്ങളാണോ? ഇഫ് യു ഫീൽ ലൈക്ക് ആ ഒരു പ്രൈസ് ഞാൻ പേ ചെയ്തു എന്ന് തോന്നുന്നു. കരിയർ വൈസ് എനിക്ക് അങ്ങനത്തെ തോന്നലുകളൊന്നുമില്ല. കാരണം എനിക്ക് നേരത്തെ വലിയ അവസരങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ സിനിമയിൽ ഉണ്ടാവില്ലായിരുന്നു. കാരണം ഞാൻ ഇന്ന് സിനിമയോ കഥാപാത്രങ്ങളെയോ അപ്രോച്ച് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റോ ബുദ്ധിയോ എനിക്ക് അന്നില്ലായിരുന്നു. അന്ന് അഭിനയം എന്ന് പറഞ്ഞാൽ ഡയലോഗ് പറയുക, എന്തെങ്കിലും സാധനങ്ങൾ എക്സ്ട്രാ ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ക്യാരക്ടറെ മനസ്സിലാക്കാനോ അങ്ങനെ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്ന പോലെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ലായിരുന്നു. അതുകൊണ്ട് എന്നെ ഇത്രയും സമയം എനിക്ക് ഇത്രയും കാത്തിരിപ്പ് വന്നത് കൂടുതൽ നല്ല പെർഫോമൻസുകൾ കാണാനും കൂടുതൽ സിനിമകൾ കാണാനും കൂടുതൽ സിനിമയെ പറ്റി പഠിക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. അതെൻ്റെ കരിയറിൽ എനിക്ക് ചിലപ്പോൾ ഇപ്പോൾ ഗുണം ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഒരു പ്രൈസ് ടാഗ് ഞാൻ കൊടുത്തിട്ടില്ല. പിന്നെ എപ്പോഴും സമൂഹത്തിൻ്റെ മുമ്പിൽ എപ്പോഴും ചോദ്യം ചെയ്യപ്പെടുക, സമൂഹത്തിൻ്റെ അഭിപ്രായങ്ങൾ
അനുസരിച്ച് കുറച്ചെങ്കിലും ജീവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ആണ് ഞാൻ കൊടുത്തേക്കുന്ന പ്രൈസ് ടാഗ്. ആ ഒരു കാലഘട്ടം ഫിലിം ഫ്രീക്വൻസി കുറവുള്ള ഒരു സമയത്തുള്ള കാര്യങ്ങൾ. ഈ വലിയൊരു ഡിബേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ മലയാളം ഫിലിം ആണെങ്കിലും മറ്റു ഫിലിംസ് ഫിലിം ഈസ് ഫോർ ദ പർപ്പസ് ഓഫ് എൻ്റർടൈൻമെൻറ്റ് ഓർ അത് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ടുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളൊരു കാര്യം. ഇറ്റ്സ് പ്യുവർ എൻ്റർടൈൻമെൻറ്റ് ഓർ അത് ഇൻഫ്ലുവൻസ് ചെയ്യും, അതുകൊണ്ട് ഇങ്ങനെ രീതിയിലെടുക്കണം. അത് ഇപ്പം പണിയുടെ ആ റിവ്യൂ വന്ന സമയത്തുള്ള ഇഷ്യൂസ് ആണെങ്കിൽ പോലും. അപ്പം ചേട്ടൻ്റെ ഒരു അഭിപ്രായത്തിൽ രണ്ടിൻ്റെയും കൊളാബറേഷൻ ആണോ അതോ ഫിലിം ആക്ച്വലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ ചെയ്യണം എന്നുണ്ടോ, എങ്ങനെയാണ്? ഇപ്പം കീർത്തി എന്താണ്? താങ്കൾ എന്താണ്? ഞാനോ? താങ്കളുടെ ജീവിതത്തിലെ എല്ലാ ഇമോഷൻസിനും എടുത്തിട്ടൊന്ന് പറ. എൻ്റർടൈനർ അല്ലേ? എല്ലായിടത്തും എൻ്റർടൈനർ ആണോ? അല്ല, ഐ ഹാവ് മൈ ഓൺ ബൗണ്ടറീസ്. അവിടെ ഒരിടത്ത് അമ്മയല്ലേ? അതെ. എല്ലായിടത്തും അമ്മയാണോ? ഭാര്യയല്ലേ? എല്ലായിടത്തും ഭാര്യയാണോ? അല്ല. സ്റ്റുഡൻ്റ് അല്ലേ? എല്ലായിടത്തും സ്റ്റുഡൻ്റ് ആണോ? ടീച്ചറല്ലേ? എല്ലായിടത്തും ടീച്ചറാണോ? പക്ഷെ ഇതെല്ലാമാണ് കീർത്തി. ഇതെല്ലാം കീർത്തി എൻ്റർടൈനർ ആവുന്ന സ്ഥലങ്ങളുണ്ട്, കീർത്തി ടീച്ചർ ആവുന്ന സ്ഥലങ്ങളുണ്ട്, ടീച്ചർ മദർ ആവുന്ന സ്ഥലങ്ങളുണ്ട്, ടീച്ചർ വൈഫ് ആവുന്ന സ്ഥലങ്ങളുണ്ട്, കീർത്തി ഇതെല്ലാം. പക്ഷെ ഇതെല്ലാം കീർത്തിയാണ് എന്ന് പറഞ്ഞ പോലെ സിനിമ ഇതെല്ലാമാണ്. എൻ്റർടൈനർ സിനിമകളുണ്ട്, സോഷ്യൽ ഇഷ്യൂസ് കൈകാര്യം ചെയ്യുന്ന സിനിമകളുണ്ട്, ഇല്ലോജിക്കൽ പടങ്ങളുണ്ട്, വളരെ ഭയങ്കര ഹൈലി ഇമോഷണൽ ആയിട്ടുള്ള പടങ്ങളുണ്ട്. പക്ഷെ ഇതെല്ലാമാണ് സിനിമ. ഇതിൽ ഓരോന്നുമാണ് സിനിമ. ഇതെല്ലാം കൂടെയാണ് സിനിമ, ഇതിൽ ഓരോന്നുമാണ് സിനിമ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ആൾക്കാർ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്ന ഇഷ്യൂസ് മാറും. ഇപ്പം കീർത്തി എല്ലായിടത്തും എൻ്റർടൈനർ ആയിട്ടിരുന്ന കീർത്തി എന്ന് പറഞ്ഞ വ്യക്തി ആരും സീരിയസ് ആയിട്ട് എടുക്കത്തില്ല. കീർത്തി എല്ലായിടത്തും ടീച്ചറായിട്ടിരുന്നാലോ? ഇപ്പം തന്ത വൈബെന്നും തള്ള വൈബെന്നും പറയുന്ന പോലെ പെട്ടെന്ന് നമ്മൾ ഒരു സെക്ടർ ഓഫ് ആൾക്കാരുടെ അടുത്ത് തന്ത വൈബും തള്ള വൈബും ആവും. പക്ഷെ നമ്മൾ ഇതെല്ലാം ആകുമ്പോഴാണ് നമ്മളെ ആൾക്കാർക്ക് വേണ്ടത്. അപ്പോഴാണ് നമുക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്. നമുക്ക് കീർത്തിയോട് ചോദിക്കാം, സ്കൂളിൽ ഇങ്ങനൊരു പരിപാടി നടക്കുന്നുണ്ട്, അപ്പോൾ അതിന് എന്ത് പ്രോഗ്രാം അവതരിപ്പിക്കണം, നമുക്ക് കീർത്തിയോട് ചോദിക്കാം. ഞാനൊരു സെറ്റ് ബാക്കിലാണ്, ഇത് ആരോട് സംസാരിക്കും? കീർത്തിയോട്. ഇതെല്ലാം കീർത്തിയാണെങ്കിൽ കീർത്തിയുടെ അടുത്ത് വരും. ഇതെല്ലാം കീർത്തിയാവാൻ പറ്റാത്തതുകൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങൾക്കും പലരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരിക. എന്ന് പറഞ്ഞ പോലെ സിനിമ എന്ന് പറയുന്നത് ഇതെല്ലാമാണ്. എൻ്റർടൈൻമെൻറ്റ് സിനിമകളും ഉണ്ടാവണം. അതിനകത്ത് ഉപദേശം വേണമെന്ന് നിർബന്ധമില്ല, അതിനകത്ത് കാര്യമായ തോട്ട് വേണമെന്ന് നിർബന്ധമില്ല. സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ ഇഷ്യൂസ് സംസാരിക്കുന്ന സിനിമകളും ഉണ്ടാവണം. അതിനകത്ത് എൻ്റർടൈൻമെൻറ്റ് വേണമെന്ന് ഒരു നിർബന്ധവും. അത് സൂപ്പർ ഹിറ്റോ മാസ് ഹിറ്റോ ആവണമെന്നില്ല. പക്ഷേ ആ സിനിമ ചെയ്യാനുള്ളത് ആ സിനിമ ചെയ്തിരിക്കും. ഇങ്ങനെ എല്ലാ ഘടകങ്ങളും എല്ലാ കാര്യങ്ങളും സിനിമയിൽ നിന്നുണ്ടാവും. പക്ഷെ സിനിമയിൽ നിന്ന് ഇന്നതേ ഉണ്ടാവൂ എന്നും ഒരു സിനിമ ഇങ്ങനെ വരാവൂ എന്നും പറയേണ്ട കാര്യമില്ല. ഇറ്റ്സ് ആൻ ആർട്ട്. ഞാനൊരു വ്യക്തിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ആർട്ടിന് ആ വ്യക്തിയെക്കാളും ഇമ്പോർട്ടൻസ് ഉണ്ട്, ആ വ്യക്തിയെക്കാളും റീച്ചുമുണ്ട്, ആ വ്യക്തിയെക്കാളും ഡൈവേഴ്സിറ്റികളും ഉണ്ട്. അപ്പോൾ സിനിമ ഈസ് ആൻ ആർട്ട്, വെദർ ഇറ്റ്സ് ആൻ എൻ്റർടൈൻമെൻറ്റ് മൂവി ഓർ എ തോട്ട് പ്രൊവോക്കിംഗ് മൂവി ഓർ എൻ ഇമോഷണൽ മൂവി, എനിത്തിങ്, ഇറ്റ്സ് ആൻ ആർട്ട്. അപ്പോൾ ആർട്ട് എപ്പോഴും മനുഷ്യന് ഗുണമുള്ളതേ കൊടുക്കാറുള്ളൂ. എൻ്റർടൈൻമെൻറ്റ് സിനിമ ചിലപ്പോൾ ഡിപ്രഷനിലിരിക്കുന്ന ഒരാളെ ഹാപ്പി ആക്കിയെന്നിരിക്കും. അതിനകത്തൊരു ലോജിക്ക് വേണമെന്നില്ല. അത് ആ ഡിപ്രഷനിലിരിക്കുന്ന ആൾ ചിലപ്പം അയാളുടെ മൂഡിനെ വളരെ മോശമാക്കുന്ന വേറൊരു സിനിമ കണ്ടാൽ അയാളെ സംബന്ധിച്ച് സിനിമ മോശമാണ്. അയാളെ സന്തോഷിപ്പിച്ചാൽ അയാളെ സംബന്ധിച്ച് സിനിമ നല്ലതാണ്. ഉത്തരം കിട്ടിയോ? കിട്ടി, എനിക്ക് മനസ്സിലായി. അതൊരു കംപ്ലീറ്റ് സർക്കിളാണ്. അത് അക്സെപ്റ്റ് ചെയ്താൽ ഒരു ഇത് കൂടെ ചേട്ടാ, ലൈക്ക് കമ്മിങ് ടു ഷീബ ചേച്ചി ആസ് എ പാർട്ട്ണർ ഈ ഒരു ജേർണിയിൽ, മൂവി ജേർണിയിൽ, ഹൗ വാസ് ഷീ ആസ് എ പാർട്ട്ണർ? ഷീബയോടും ഈ ചോദ്യം തിരിച്ചു ചോദിക്കണം. നമ്മൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചിരുന്നിട്ടാണ് ഇതിനൊരു ഉത്തരം പറയേണ്ടത്. എൻ്റെ ലൈഫിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ വീട്ടിലെ ഈ ആവശ്യങ്ങൾ നോക്കാത്തത്, എന്തുകൊണ്ടാണ് പൈസ ഉണ്ടാക്കാത്തത്, എന്തുകൊണ്ടാണ് കുറച്ചും കൂടെ ഉത്തരവാദിത്തത്തോടെ കൂടുതൽ പൈസ കൊണ്ടുവരാത്തത് എന്നൊന്നും ഇന്നേ വരെ ചോദിച്ചിട്ടില്ല. വേറെ എന്തെങ്കിലും ജോലിക്ക് ട്രൈ ചെയ്തുകൂടെ എന്ന് ഇന്നേ വരെ എന്നോട് ചോദിച്ചിട്ടില്ല. ഇനി പണി ഉണ്ടായിരുന്ന സമയത്തും പണി ഇല്ലായിരുന്ന സമയത്തും. എനിക്ക് പണി ഇല്ലായിരുന്ന സമയത്ത് പുള്ളിക്കാരി ഓവർ സ്ട്രെയിൻ ചെയ്ത് ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കുമ്പോൾ PG മാത്രമേ MA മാത്രമേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് B.Ed എടുത്തു, M.Ed എടുത്തു, UGC എടുത്തു,
സ്കൂളിൽ പഠിപ്പിച്ചു. കോളേജിൽ 1 വയസ്സുള്ള കുഞ്ഞിനെ വീട്ടിലിട്ടിട്ട് ചെന്നൈയിൽ പോയി ഒരു സ്കൂളിൽ വർക്ക് ചെയ്തു. വരുമാനത്തിന് സാലറിക്ക് വേണ്ടി മാത്രമാണ്. പിന്നീട് ഇപ്പം UGC കിട്ടിയതിന് ശേഷം പുള്ളിക്കാരി ഒരു കോളേജ് അധ്യാപികയായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. അപ്പോൾ ഇതെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്തു എന്ന് പറയാം. പക്ഷേ ഷീബയോട് ചോദിച്ചാൽ ഷീബ പറയുന്നത് ഷീബയ്ക്ക് വേണ്ടിയിട്ടാണ് ഷീബ ഇതെല്ലാം ചെയ്തതെന്നാണ് പറയാം. വേണമെങ്കിൽ ഷീബയ്ക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തു. ആക്ച്വലി ഇതിൻ്റെ ഫലം എന്നെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇപ്പം ഞാൻ പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഷീബയോട് നീ ജോലി രാജിവെച്ചോ, ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഷീബ ജോലി രാജിവെക്കത്തില്ല. എന്നെ സപ്പോർട്ട് ചെയ്യാനാണ് ചെയ്തതെങ്കിൽ ആ ജോലി രാജിവെച്ചൂടെ. അപ്പോൾ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് അദ്ദേഹം അത്രയും ഹാർഡ് വർക്ക് ചെയ്തതും ഈ അവസ്ഥയിലേക്ക് എത്തിയതും. അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ ഞാനൊരു സപ്പോർട്ട് അനുഭവിച്ചിട്ടുണ്ടാവാം. എനിക്ക് പണിയില്ലാതിരിക്കുമ്പോൾ ദൈവമേ ഇത്ര രൂപ വീട്ടിലേക്ക് അടയ്ക്കണമല്ലോ എന്നുള്ളൊരു ടെൻഷൻ എനിക്ക് വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ കൂടുതൽ അധ്വാനിച്ചേനെ, ചിലപ്പോൾ ഞാൻ കൂടുതൽ ഡിപ്രഷൻ ചിലപ്പോൾ ഞാൻ നന്നായി പോയനെ, ചിലപ്പോൾ ഈ കംഫോർട്ട് സോണും കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കും ഞാൻ ഈ പറയുന്ന രക്ഷപ്പെടലിലേക്ക് എത്താൻ ലേറ്റ് ആയത്. ഇതെല്ലാം ഉണ്ടാവാം. ശിവ അങ്ങനത്തെ ഒരു നല്ല പാർട്ണറാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ അടിയുണ്ടാകത്തില്ലെന്നോ വഴക്കുണ്ടാകത്തില്ലെന്നോ അങ്ങനെ ഒരു നിർബന്ധവും ഇല്ല. സിനിമയിൽ കാണുന്ന ഗുഡ് കപ്പിൾ, ഞങ്ങളുടെ ഫോട്ടോസും ഇൻസ്റ്റാഗ്രാം ഫോട്ടോസും കണ്ട വളരെ നല്ലത് മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ഒരു നല്ല ഗുഡ് കപ്പിളൊന്നും അല്ല. ഞങ്ങൾ തമ്മിൽ നല്ല വഴക്കും അടിയും ഉണ്ടാകാറുണ്ട് പല കാര്യങ്ങളിലും. പക്ഷേ ഇപ്പം ഉണ്ടായൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ പറഞ്ഞാൽ ഇപ്പം അടി പൊട്ടും എന്നുള്ള തിരിച്ചറിവ് എനിക്കും, ചില കാര്യങ്ങൾ പറഞ്ഞാൽ ഇങ്ങനെ ഇപ്പം ദേഷ്യപ്പെടും എന്നുള്ള തിരിച്ചറിവ് പുള്ളിക്കാരിക്കും കിട്ടിയിട്ടുള്ളത് കൊണ്ട് ഈ തിരിച്ചറിവ് ഏതൊരു കാലഘട്ടത്തിൽ ഭർത്താക്കന്മാർക്ക് വരുന്ന ഒരു തിരിച്ചറിവാണ്. അത് ഇത്രയും വർഷങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ആ തിരിച്ചറിവിൻ്റെ അടുത്ത് എത്തിക്കൊണ്ട് ഞങ്ങളുടെ ലൈഫ് കുറച്ച് കൂളായിട്ടുണ്ട്, ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒത്തിരി പാഠങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ള, സ്ത്രീ എന്താണെന്ന് എന്നെ മനസ്സിലാക്കാൻ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് എൻ്റെ ഭാര്യ. അല്ല, അപ്പം ഈ ഇംഗ്ലീഷ് ടീച്ചറാന്ന് പറഞ്ഞല്ലോ. അപ്പം ഈ ചേട്ടനിപ്പോൾ വീട്ടിലുള്ള സമയത്ത് നമ്മൾ സാധാരണ ഇംഗ്ലീഷ് ടീച്ചേഴ്സിൻ്റെ ഒക്കെ എടുത്തിരിക്കുമ്പോൾ നമുക്ക് നമ്മൾ സംസാരിക്കുന്ന വൊക്കാബുലറി കറക്റ്റാണോ, ഇംഗ്ലീഷ് കറക്റ്റാണോ, ഗ്രാമർ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഫീൽ ചെയ്യാറുണ്ട് ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ? അതല്ല, അവിടെ ആറല്ലായിരുന്നു വരണ്ടേ, ഈ ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്താലേ ഉള്ളൂ. ഞാൻ ചില പോസ്റ്റുകളൊക്കെ ഇടാൻ നേരം എനിക്ക് അനൂപേട്ടനൊക്കെ ചില പോസ്റ്റുകൾ ഇടുന്ന കണ്ടിട്ട് ആ ആർട്ടിക്കുലേഷനൊക്കെ കണ്ടിട്ട് ഞാൻ ചില സാധനങ്ങൾ മനസ്സിലാച്ചു. ഞാൻ ഷീബയോട് ഓൾറെഡി ഞാനിത് മലയാളത്തിൽ അങ്ങോട്ട് അയച്ചു തരാം, ഇതിനെ സാഹിത്യ ഭാഷയിലാക്കി ഇങ്ങോട്ട് അയച്ചു തരണം എന്ന് പറയും. ഒന്നാമത്തെ കാര്യം അത് സമയത്തിന് കിട്ടത്തില്ല. കിട്ടിയാൽ തന്നെ ഞാൻ പറയും വേണ്ട, ഞാനിത് എൻ്റെ ഭാഷയിലങ്ങ് ഇട്ടോളാന്ന് പറയും. അപ്പം അങ്ങനത്തെ പഠിപ്പീരും പരിപാടികളൊന്നുമില്ല. ഇത് ഞാനിടയ്ക്ക് ശിവയുടെ റെഡി നീ വീട്ടിലെങ്കിലും പിള്ളേരോടെങ്കിലും ഇംഗ്ലീഷൊക്കെ സംസാരിക്കും. ഞങ്ങൾ പൊതുവേ നാട്ടിൻപുറത്തുകാരായതുകൊണ്ട് അങ്ങനത്തെ ഒരു പരിപാടിയിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ ഷീബ ഭയങ്കര സീരിയസ് അക്കാഡമീഷ്യനാണ് അല്ലേ? കറക്റ്റ് അല്ലേ? ചേട്ടാ, ഇനി ലാസ്റ്റ് ഒരു 2x2 ഞാനൊരു 2x2 ഒരു ചോദ്യോട് കൂടി ഇത് നിർത്തുവാണ്. പിന്നെ ഒരു ബുക്ക് എഴുതുന്നൊരു സെഷനും കൂടി ഉണ്ട്. അപ്പോൾ 2x2 എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാവരോടും ചോദിക്കാൻ പോകുന്ന ഒരു കാര്യം തന്നെയാണ്, ചോദിക്കുന്നൊരു കാര്യമാണ്. ചേട്ടനൊരു ലെഗസി ഇപ്പം ലീവ് ചെയ്യണമെന്ന് തോന്നുവാണ്, എനിക്കൊരു ലെഗസി ലീവ് ചെയ്യണം, ഒരു ഇംപ്രിൻ്റ് ഉണ്ടാക്കണം എന്ന് തോന്നുവാണെങ്കിൽ അത് എന്തായിരിക്കും? വാട്ട് ഈസ് ദാറ്റ് ഫിലിം, കരിയർ വൈസ് ഓർ ആസ് എ പേഴ്സണാലിറ്റി? ഞാൻ ഇന്ന് മരിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഞാൻ പറയും മറ്റേ പണിയിൽ നല്ല കഥാപാത്രമായിരുന്നു, എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു പറയും, കുരുവിള കഥാപാത്രം. അത് മാത്രമല്ലേ നിങ്ങൾ പറയത്തുള്ളൂ? അല്ല, ശരി, നിങ്ങളത് മാത്രമേ പറയത്തുള്ളൂ. കാരണം ഞാൻ ലീവ് ചെയ്തു നിങ്ങൾ വിചാരിക്കുന്ന ഒരു ലെഗസി ചിലപ്പോൾ അത് മാത്രമായിരിക്കും അല്ലേ? അങ്ങനെ ഓരോരുത്തർക്കും നമുക്ക് അങ്ങനെ ഇന്ന ലെഗസി ലീവ് ചെയ്യും. ഞാൻ അങ്ങനൊന്നും, നമ്മൾ കോളേജിലും സ്കൂളിലും പഠിക്കുമ്പോൾ ടീച്ചേഴ്സ് ചോദിക്കത്തില്ലേ ആഫ്റ്റർ 5 years where will you place yourself എന്ന് ചോദിച്ചാൽ ഞാൻ അന്നും ചിന്തിച്ചിട്ടില്ല. അന്നും എൻ്റെ ഏറ്റവും വലിയ എൻ്റെ സ്വപ്നങ്ങളിൽ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് നടക്കാൻ തീരെ സാധ്യതയില്ലെന്ന് തോന്നിയിട്ടുള്ള കാര്യം, ഞാൻ ടൈയും ഇട്ട് ഷർട്ടും ഇൻ ചെയ്ത് പാൻറ്റും ഇട്ടിട്ട് ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുമ്പിൽ പോയി ഇരിക്കുന്നത് എനിക്ക് അന്നും ചിന്തിക്കാൻ പറ്റിയിട്ടില്ല, ഇന്നും ചിന്തിക്കാൻ പറ്റിയിട്ടില്ല. എന്ത് ലെഗസി ലീവ് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ മുന്നോട്ടൊന്നും ചിന്തിച്ച് ഇങ്ങനെയൊക്കെ ആവണമെന്ന് വിചാരിച്ച് പോകുന്ന ഒരാളല്ല. ഞാൻ ഇന്ന് വളരെ ഹാപ്പിയാണ്. ഞാൻ ഇന്നലെയും ഹാപ്പി ആയിരുന്നു, പണിയില്ലായിരുന്ന സമയത്ത് ഞാൻ ഹാപ്പി ആയിരുന്നു. ഞാൻ ചില ഇൻ്റർവ്യൂസിലൊക്കെ നമ്മൾ സ്ട്രഗിൾ ചെയ്ത കാലഘട്ടങ്ങളെ പറ്റി പറയുന്ന കേൾക്കുമ്പോൾ ഭാര്യ പറയും
എൻ്റെ അച്ഛൻ ഇങ്ങനെ കള്ളം പറയല്ലേ, നിങ്ങൾ അങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ടൊന്നുമില്ല, നിങ്ങൾ അന്ന് ഹാപ്പി ആയിരുന്നു. ഞാൻ ഹാപ്പി ആയിരുന്നു, ഞാൻ ഇന്ന് ഹാപ്പിയാണ്. നമ്മൾ ചില കാര്യങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ള തോട്ട്സ് എപ്പോഴേലൊക്കെ വന്നിട്ടുണ്ടാവും. ഞാൻ ഇന്ന് ഹാപ്പിയാണ്. ഈ ഇരിക്കുന്ന ഇരിപ്പി പോയാലും എന്നെപ്പറ്റി നല്ലത് പറയാൻ കുറേ ആൾക്കാരുണ്ടാവും. അവൻ അങ്ങനെയൊക്കെ ആണെങ്കിലും പാവമായിരുന്നു എന്ന് പറയാൻ ചില ആൾക്കാരുണ്ടാവും. അപ്പം അത് ഡിപ്പെൻഡ് ചെയ്യും. പക്ഷെ അങ്ങനെ ലെഗസി ഒന്നും വിചാരിച്ചില്ല. അപ്പം ഒരു ലാസ്റ്റ് 2x2 ഒരു ചോദ്യം, എന്തെങ്കിലും ഒരു റുട്ടീൻ ഓർ ലൈഫ് സ്റ്റൈൽ നമുക്ക് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്കും അത് ഇൻസ്പിറേഷൻ ആവാം. അത് ചേട്ടൻ്റെ ലൈഫിനെ നന്നായിട്ട് ഡ്രാസ്റ്റിക് ആയിട്ട് പോസിറ്റീവ്ലി ചേഞ്ച് ചെയ്ത് എന്തെങ്കിലും ലൈഫ് സ്റ്റൈലോ അല്ലെങ്കിൽ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് അല്ലെങ്കിൽ ഒരു ചേട്ടൻ വായിച്ച പുസ്തകം ഇൻഫ്ലുവൻസ് ചെയ്തൊരു കാര്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമേ എന്നെ കാര്യമായിട്ട് മാറ്റിയിട്ടുള്ളൂ. അങ്ങനെ ഒരു തിരിച്ചടിയിലൂടെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റിലൂടെയോ നമുക്കൊരു ഉണർവ് വരുമ്പോഴാണ്. റുട്ടീൻസ് രാവിലെ എണീക്കുക, ഞാൻ മെഡിറ്റേഷൻ ചെയ്യും, അങ്ങനെ ഉപരിപ്ലവമായിട്ടുള്ള കാര്യമാണോ ചോദിച്ചത്? ശരി, ഞാൻ വളരെ അഗാധമായിട്ട് അതിനെ എടുത്തിട്ട് ഒരു റുട്ടീൻ ഡെയിലി റുട്ടീനിൽ വരുന്നൊരു കാര്യമാവാം. ഡെയിലി റുട്ടീനിൽ വരുന്ന ഒരു ചേഞ്ച് ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഓർഡിനറി സിനിമ അഭിനയിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വണ്ണം ഉണ്ടായിരുന്നു. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാ ദിവസവും രാത്രിയിൽ അതിലെ ആക്ടേഴ്സും ഡയറക്ടേഴ്സും ഞങ്ങളുടെ എല്ലാവരും കൂടെ ഒരു റൂമിൽ കൂടുകയും എല്ലാ ദിവസവും രാത്രിയിൽ കുറേ നേരം തമാശയൊക്കെ പറഞ്ഞിരുന്ന് അവിടുന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ച് റൂമിൽ ചെന്നിട്ട് റൂമിൽ നിന്നും ഭക്ഷണം കഴിച്ച് അങ്ങനെ എല്ലാ ദിവസവും 2-2.5-3 മണിക്കൂർ ആ കോമൺ ഗെറ്റ് ടുഗദറും ഉണ്ടാവും, എല്ലാവരും കൂടെ ഉള്ളൊരു സ്പേസും ഉണ്ടാവും, പേഴ്സണൽ സ്പേസും ഉണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞിട്ട് അന്നേരത്തെ ഞാൻ വണ്ണം വെച്ച് ശരിക്കും ഒരു കോഴി വണ്ടിക്കാരനെ പോലെ ആയി. പിന്നീട് തിരിച്ച് എറണാകുളത്ത് വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണവും ടയർഡ്നെസ്സൊക്കെ വന്നിട്ട് ഞാൻ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ ഷുഗറൊക്കെ അടിച്ച് കയറി, ട്രൈഗ്ലിസറൈഡ്സ് ഒക്കെ അടിച്ച് കയറി. എൻ്റെ ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് ലാബ് ടെക്നീഷ്യൻ ഓടി ഇറങ്ങി വന്നിട്ട് എനിക്ക് ഇയാളെ കാണണം, ഇയാൾ എവിടെയെന്ന് വെച്ചപ്പോൾ ഞാനാണെന്ന് അറിഞ്ഞപ്പോൾ ചേട്ടൻ്റെ ആണോ? ചേട്ടാ മരിച്ചു പോകും ചേട്ടാ. എന്ത് പറ്റി? ട്രൈഗ്ലിസറൈഡ് 1250. അതിൻ്റെ 150 200 ഒക്കെയാണ് അന്ന് ലിമിറ്റ്. 200 അന്ന് ലിമിറ്റ്. അതെനിക്ക് 1250 ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത്രയും ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുകയില്ല, നിങ്ങളിപ്പോൾ ജീവിച്ചിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ഹെറിഡിറ്ററി ആയിട്ടുള്ളത് കൊണ്ടാണ്, അതിൽ ടെൻഷൻ അടിക്കണ്ട, പക്ഷേ ഷുഗർ നിങ്ങൾ നിയന്ത്രിക്കണം. പക്ഷേ കാര്യമായിട്ട് നിയന്ത്രിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ ഡയബറ്റിക്കായി. അപ്പോൾ ആ ഇൻസിഡൻറ്റിന് ശേഷം എന്നും രാവിലെ വർക്കൗട്ട് പരിപാടികളുണ്ട്, നടപ്പുണ്ട്, എക്സസൈസ് ഉണ്ട്. നടപ്പ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പം വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ഫ്രണ്ട്സ് പറഞ്ഞടാ നമ്മൾ ഡെയിലി നടക്കുകയാണെന്നുണ്ടെങ്കിൽ ശരീരത്തിന് ആ നടപ്പ് ശരീരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറും. പിന്നെ ശരീരം കാര്യമായിട്ട് ആ സമയത്ത് നമുക്ക് പോസിറ്റീവ് റിസൾട്ട് തരത്തില്ല, അതുകൊണ്ട് വേറെ എക്സസൈസുകളും കൂടെ ഒക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും ഒരു രാവിലത്തെ ഒരു സമയം എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യണം എന്നുള്ള അന്ന് തുടങ്ങിയ ചേഞ്ചാണ്. ആ വർക്കൗട്ട് ഇല്ലെങ്കിൽ ഭയങ്കര അസ്വസ്ഥമാണ് ഇപ്പം അത് ആ ഒരു റുട്ടീനാണ്. അപ്പോൾ എന്തായാലും ചേട്ടാ ഇത്രയും നേരം നമ്മളിങ്ങനെ സംസാരിച്ച് പോകുന്നതിൻ്റെ കൂടെ തന്നെ ലാസ്റ്റത്തെ ഒരു കാര്യമാണ്, ഇത് എൻ്റെ ഒരു ബുക്കാണ്, ഇത് ബുക്ക് ഓഫ് വിടമാട്ടെ എന്ന് ആണ് ഈ ബുക്കിൻ്റെ പേര്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ മുന്നേ വന്ന നമ്മുടെ ആർട്ടിസ്റ്റുകളൊക്കെ അവരൊരു ചോദ്യവും എഴുതും, അതിന് മുന്നേ എഴുതിയ ആളുടെ ഉത്തരവ് എഴുതും. അപ്പം ലാസ്റ്റ് ഇതിപ്പോൾ ലാസ്റ്റ് ഷറഫുദ്ദീനാണ് വന്നിരിക്കുന്നത്, ഹലോ മമ്മി. അപ്പം ഷറഫുദ്ദീനകത്ത് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഈ ഡയറി അടിച്ചു മാറ്റാൻ പറ്റുമോ? സാധാരണ ഇതിനകത്ത് ഭയങ്കര ഇന്റലക്ച്വൽ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു വരുമായിരുന്നു, വാട്ട് ഈസ് യുവർ ഡ്രീം പ്രോജക്റ്റ് അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഷറഫുദ്ദീൻ ചോദിച്ചിരിക്കുന്നത് ഈ ഡയറി അടിച്ചു മാറ്റാൻ പറ്റുമോ? അതിനുള്ള ഒരു ഉത്തരവും ചേട്ടൻ അടുത്ത ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആരാ വരുന്നത് എനിക്ക് അറിയില്ല, അവർക്ക് വേണ്ടി ഒരു ചോദ്യവും കൂടി എഴുതണം. പിന്നെ വായിച്ചോളാം. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാ തുടങ്ങിയത്, എങ്കിലും അതിനകത്തുണ്ട് ഈ ഡയറി അടിച്ചു മാറ്റാൻ പറ്റുമോ. അങ്ങനെ പറയരുത്. ഞാൻ കൊടുത്തിട്ടുണ്ട്, ഷറഫിനുള്ള ഉത്തരം കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വായിക്കണം ഒന്ന് പറഞ്ഞു അതോ നിങ്ങൾ വായിക്കൂ? ഞാൻ വായിക്കാം. ഓക്കെ, ഇനി എൻ്റെ ചോദ്യം. ചേടാ അത് ആരായിരിക്കും അടുത്ത് വരുന്നത്? ശരി, ഇത് കൊള്ളാം കേട്ടോ, ഇത് ഫണ്ണാ. താങ്ക് യു. ഞാൻ കുറച്ച് വൈകിപ്പോയി, എന്നാലും താങ്ക് യു. ഷറഫിൻ്റെ ചോദ്യം അതിനുള്ള ഉത്തരം വായിക്കാം, പിന്നെ എൻ്റെ ചോദ്യം വായിച്ചു. ഈ ഡയറി അടിച്ചു മാറ്റാൻ പറ്റുമോ? മനസ്സ് വെച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ലല്ലോ ഗോപു. അടുത്തത് ആനിമോനെ സ്നേഹിക്കുന്ന പോലെ എന്നെ സ്നേഹിക്കാൻ പറ്റുമോ? ആനിമോനെ സ്നേഹിക്കുന്ന പോലെ എന്നെ സ്നേഹിക്കാൻ പറ്റുമോ? ലാലേട്ടൻ്റെ ഡയലോഗ് ചോദ്യമാണല്ലോ, കുഴപ്പമില്ല.
ആനി മോനെ സ്നേഹിക്കുന്ന പോലെ അടുത്ത ആൾക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുമോ? എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് ആരായിരിക്കും. ഞാൻ പിന്നെ പറയാം ചേട്ടൻ്റെ അടുത്ത്. അയ്യോ അത് ആരാന്ന് പറ, അതനുസരിച്ച് ഞാൻ എഴുതായിരുന്നു ചോദ്യം. ഞാൻ പറയാം. ഓക്കെ, അപ്പൊ യൂസഫ് അലി സാർ വല്ലതും ആയിരിക്കും. എങ്ങാണ് സ്നേഹിച്ചാലോ? എന്നാ നന്നായിരിക്കും. അപ്പോൾ ചേട്ടാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞാൻ നമ്മൾ സംസാരിച്ചിരിക്കുന്ന പോലെയാണ് ഇത്രയും ടൈം എടുത്ത് ഈ ഒരു എഫേർട്ട്. ഞാൻ ചോദിച്ച ഉടനെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പേജിൻ്റെ പേര് കേട്ടിട്ട് ഒന്നും ഞെട്ടാതെ എൻ്റെ ചോദ്യങ്ങളൊന്നും കേട്ട് തളരാതെ. വിടമാട്ടെന്ന് പേരിട്ടത് കീർത്തിയാണെങ്കിലും വിടാതിരുന്ന ഞാനാ. ഏത് ചോദ്യത്തിനും ഉത്തരം പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അപ്പം കീർത്തിക്ക് ആഗ്രഹമുണ്ട്, മതി മതി ആ ഉത്തരം അത്രയും മതി, പക്ഷെ വിടില്ല ഞാൻ. വിടമാട്ടെ ഇല്ല ഞാൻ ശരിക്കും പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫിലിമിന്റെ ആ പെർസ്പെക്റ്റീവ് മനസ്സിലാക്കാൻ എന്നുള്ളൊരു ഇത് തന്നെയാണ് ഉദ്ദേശം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഓൺ ദ ഷോ. താങ്ക് യു ഫോർ ബീങ് എ ഗസ്റ്റ്. ഇനിയും നമുക്ക് കുറേ തവണ മീറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു ഫോർ ദ മൂവീസ്. അപ്പം താങ്ക് യു. I wish to be a part of Vidamate again, just to know the answer in that book for my question. അത് ഞാൻ എന്തായാലും ചേട്ടൻ വാട്സപ്പ് ചെയ്ത് തരും ഉത്തരം. അപ്പം നൈസ് മീറ്റിംഗ് യു. താങ്ക് യു. താങ്ക് യു ചേട്ടാ.